ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെലിഗ്രാം ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഡിപ്ലോ ചെയ്യുമ്പോൾ ആ ഒരു റെപ്പോ ബാൻ ചെയ്ത പോലെ എറർ കാണിക്കാറുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പരിഹരിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിൽ നമ്മൾ ഡിപ്ലോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെപ്പോ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ചുമ്മാ റെപ്പോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഡിപ്ലോ ചെയ്യാൻ പറ്റിയ. ഇനി മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ആ ഒരു മോഡ് ഇടുക. ആ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരിക. ഇനി നമ്മുടെ ഗിറ്റ്ഹബ് ആയിട്ട് നമുക്കിത് ഫോർക്ക് ചെയ്യണം. അതിനായിട്ട് ഈ സൂം ചെയ്തിട്ട് ഈ ഫോർക്ക് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗിറ്റ്ഹബായിട്ട് ഇത് ഫോർക്കാവും, ലിങ്ക് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഫയൽ എഡിറ്റ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ്മി ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരിക. എഡിറ്റ് ചെയ്യാനുള്ള ഒരു പേജാണത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അക്ഷരത്തിലായിരിക്കും ഈ പേജ് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് പതുക്കെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹിറോക്കു ബട്ടൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് കാണാം ഹിറോക്കു ബട്ടൺ. എപ്പോഴും ഇത് ശ്രദ്ധിച്ചാൽ മതി. ഡിപ്ലോയ് എന്ന് പറഞ്ഞിട്ട് ഹിറോക്കുവിൻ്റെ ലിങ്ക് ഉണ്ടാവും, ബട്ടൺ ലിങ്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ ഐഡിയും ബോട്ടിൻ്റെ പേരും ഉണ്ടാവും. ഈ ഗിറ്റ്ഹബിൻ്റെ ഐ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഗിറ്റ്ഹബിൻ്റെ ഐ ഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഡിപ്ലോ ചെയ്തപ്പോൾ എറർ കാണിച്ച് ഇതാണ്. ഈ ഒരു ഐ ഡി നമ്മുടെ ഐ ഡി ആയിട്ട് എഡിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഫോർക്ക് ചെയ്തപ്പോൾ നമ്മുടെ യൂസർ നെയിം, അതായത് നമ്മുടെ ഐ ഡി എന്താണ് ഗിറ്റ്ഹബിൻ്റെ, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാം കോപ്പി ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂമായിട്ട് കാണാം. ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ അജു 001 എന്ന് പറഞ്ഞത് ഐ ഡി ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിൻ്റെ പേര്. നമുക്ക് ഐ ഡി മാത്രം എഡിറ്റ് ചെയ്താൽ മതി. അതിനായിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പും ചെയ്യാം ഐ ഡി. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പച്ച കളറിലൊരു സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് സേവ് ആവും. ഇനി നമുക്ക് നേരെ ഡിപ്ലോ കൊടുത്താൽ മതി. ഇനി ഒരു എററും ഇല്ലാണ്ട് നമുക്ക് ഡിപ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഡിപ്ലോ ചെയ്യുന്ന പല റെപ്പോ എടുത്തിട്ട് നമ്മൾ ഡിപ്ലോ ചെയ്യുമ്പോൾ ഹീറോക്കു അക്കൗണ്ടൊക്കെ ഇപ്പോൾ ബാനായി പോകുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ നല്ല വീഡിയോസായിട്ട് നമുക്ക് പിന്നെയും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.